അസ്സലാമു പാർലമെന്റ് ചരിത്രത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ആദ്യത്തെ പ്രസംഗം മുതൽ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ വരെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന പ്രസംഗങ്ങൾ ചിലതൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാർലമെന്റ് ചരിത്രത്തിൽ ഇടപിടിച്ച ഏറ്റവും മികച്ച 10 പ്രസംഗങ്ങൾ എടുത്താൽ അതിലൊന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിന്റെ പ്രസംഗം തീർച്ചയായും ഇന്നത്തെ ഇന്ത്യയെ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ആത്മാർത്ഥമായ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് ഇന്ത്യ വന്നുവിട്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് വളരെ വേദനയോടെ വിവരിക്കുന്നുണ്ട്. പ്രൗഢഗംഭീരമായ പ്രസംഗം രാഹുൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിത് കുറിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാലം നിങ്ങളോട് ഇത് ചോദിക്കുമെന്ന മട്ടിലാണ് രാഹുൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചത് ഞാനിത് പറയുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കും, കോമാളി എന്ന് വിളിക്കുമെന്നൊക്കെ, അങ്ങനെ ചെയ്യാനാണ് നിങ്ങളോട് അവർ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ഭരണകക്ഷി എംപിമാരുടെ മുഖത്ത് നോക്കി പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ഉഫ്, എജ്ജാതി ട്രോളാണെന്നറിയോ അത്. ഏതായാലും രാഹുലിന്റെ ആ സൂപ്പർബ് സ്പീച്ചിന്റെ തുടർച്ചയാണ് വെസ്റ്റ് ബംഗാൾ MP മഹുവ മൊയ്ത്ര ഇന്നലെ പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ പറയാൻ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പ്രൗഢഗംഭീരമായിരുന്നു അവരുടെ ഇന്നലത്തെ പ്രസംഗം. അതിലെ പ്രധാന ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാൻ ശ്രമിക്കുകയാണ്. I stand today to respond to the Honorable President's address on behalf of my party, the All India Trinamool Congress. The President's address assessment of the state of the union today. And I stand before you to vehemently disagree with that assessment and to ask the most important question that faces us all. What is the kind of republic we want? What is the India that we want today? What is our idea of India that we are willing to stand up for, fight for, be abused for, get jailed for? Ours is a living constitution. It breathes as long as we are willing to breathe life into it. Otherwise, it's just a piece of paper, black and white, that can be smudged into shades of grey by any majoritarian government. An elected government bears the people's trust to uphold the constitution, both in letter as well as in spirit. If the government fails, we all fail. So it is not enough for Indians to sit back and watch and wish each other a happy Republic Day. പ്രസിഡന്റിന്റെ നയപ്രമേയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധിയായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് മഹുവ അവരുടെ പ്രസംഗം ആരംഭിക്കുന്നത്. പ്രസിഡന്റ് ഇവിടെ അദ്ദേഹത്തിന്റെ നയപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിലയിരുത്തലാണ്. പക്ഷേ അതിനോട്, ആ നിലപാടുകളോട് തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പകരം നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഏത് തരത്തിലുള്ള റിപ്പബ്ലിക്കാണ് നമ്മൾക്ക് വേണ്ടത്? ഏത് ഇന്ത്യയാണ് നമ്മൾക്ക് വേണ്ടത്? ഏത് ഇന്ത്യക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് എണീറ്റ് നിന്ന് സംസാരിക്കുന്നത്? നമ്മൾ സമരം ചെയ്യുന്നത് ഏത് ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്? നമ്മൾ എല്ലാ പഴികളും കേൾക്കേണ്ടി വരുന്നത് ഏത് ഇന്ത്യക്ക് വേണ്ടിയാണ്? നമുക്കൊരു ഭരണഘടന നിലവിലുണ്ട്. ജീവനുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്, അല്ലെ? ആ ഭരണഘടനയുടെ നിലനിൽപ്പ് നമ്മുടെ അതിനോടുള്ള പ്രതിബദ്ധതയാണ്, അതിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. അതില്ലാതായാൽ ഭരണഘടന എന്നത് കറുത്ത അക്ഷരങ്ങൾ എഴുതി വെച്ച വെറും ഒരു വെള്ളക്കടലാസ് മാത്രമായിരിക്കും. ഭരണഘടനയുടെ നിലനിൽപ്പാണ് നമ്മുടെ നിലനിൽപ്പെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അക്ഷരങ്ങളെയും അതിന്റെ ആത്മാവിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഭരണഘടനയെ മാനിക്കേണ്ടതുണ്ട്. അതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ, ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ അതിനർത്ഥം നമ്മൾ പരാജയപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരു കാഴ്ച കയ്യം കെട്ടി നോക്കിയിരുന്ന് നമ്മൾ പരസ്പരം ഹാപ്പി റിപ്പബ്ലിക് ഡേ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. This government wants to alter history. They are fearful of the future and they mistrust the present. Robert F. Kennedy in the 1960s had warned of such hateful forces. The Honorable President, early on in his address, speaks about freedom fighters who secured India's rights. He speaks of Guru Tegh Bahadur, V.O. Chidambaram Pillai, and Netaji Subhash Chandra Bose. But this is just lip service. In reality, recalling India's past, a past of decency, a past of plurality, a past of secularism,
makes this government very, very insecure. So the Disallow Republic Day floats from West Bengal, from Tamil Nadu, from Kerala, floats on Netaji, who taught us to say Jai Hind, floats on Subramaniam Bhartiyar, who said that even if Indians are divided, they are still the child of one mother. Floats on V.O. Chidambaram Pillai, who even when he was threatened with being imprisoned on sedition, refused to stop his political activity. And floats on Srinarayan Guru, who picked up a rock and consecrated it as Erava Shiva. The invocation of an imaginary past, however, goes on and on. This government has reinvented Savarkar as a freedom fighter. The apology letter he wrote to the British, begging for release, is now being recast as some kind of strategic masterstroke. The appropriation of Bhagat Singh, who was staunchly anti-fascist. The appropriation of Sardar Vallabhbhai Patel, who banned the RSS after becoming Home Minister. The President's address refers to Netaji on multiple occasions. I will remind this Republic that this is the same Netaji who said, the government of India should have an absolutely neutral and impartial attitude towards all religions. Would Netaji have approved of a Hardwar Dharam Sansad that issues blood-curdling calls for Muslim genocide? Netaji's Indian National Army's insignia was Tipu Sultan's springing tiger. The same Tipu Sultan that you erased from our textbooks, after whom you cannot bear to name roads or sports stadiums. The INA's mottos were 3 Urdu words: Ittihad, Itmad, and Qurbani. Unity, trust, and sacrifice. The same Urdu language that this government is so delighted to replace with Hindi as the first and official language of Jammu and Kashmir. The President's address refers to Khadi being a symbol of consciousness under the leadership of Bapu. But the unholy Dharam Sansad's issue calls to kill Bapu all over again. You have already succeeded in glorifying Gandhi's assassins. ഈ ഗവൺമെന്റ് ചരിത്രം മാറ്റി എഴുതാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഭാവിയെ ഭയമാണ്. വർത്തമാനത്തിൽ അവർക്ക് വിശ്വാസമില്ല. അത്തരം വെറുപ്പിന്റെ ആളുകളെ കുറിച്ച് 1960കളിൽ തന്നെ റോബർട്ട് എഫ് കെന്നഡിയെ പോലുള്ള ആളുകൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. മുൻ അമേരിക്കൻ അറ്റോർണി ജനറൽ ആയിരുന്നു RF കെന്നഡി എന്നത് സാന്ദർഭികമായി മനസ്സിലാക്കുക. ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് അവകാശം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പ്രസിഡന്റ് പറയുകയുണ്ടായി. സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവരുടെ പേരുകൾ അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. പക്ഷേ അതൊക്കെ വെറും വാചക കസർത്തുകളായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. കാരണം നമ്മുടെ പഴയ ഇന്ത്യ, ആ ഇന്ത്യയുടെ അന്തസ്, എല്ലാരെയും ഉൾക്കൊള്ളുന്ന ആ ഇന്ത്യയുടെ വൈവിധ്യം, ആ ഇന്ത്യയുടെ മതേതരത്വം, അതൊന്നും ഈ ഗവൺമെന്റിന് പരിചയമില്ലാത്തതാണ്. അതാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഫ്ലോട്ടുകൾ ഇല്ലാതാക്കിയതിലൂടെ കാണാൻ കഴിയുന്നത്. ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആ നേതാക്കന്മാർ ഇന്ത്യയെ നിർമ്മിച്ചവരായിരുന്നു, ഇന്ത്യയെ കണ്ടെത്തിയവരായിരുന്നു. ആ ഫ്ലോട്ടുകളാണ് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതേ സർക്കാർ തന്നെയാണ് സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏത് സവർക്കർ? ബ്രിട്ടീഷുകാർക്ക് അനേകം തവണ മാപ്പെഴുതി കൊടുത്ത അതേ സവർക്കർ. എന്തിന്? ജയിലിൽ നിന്ന് വിട്ടയക്കാൻ. ഇനിയോ ആ മാപ്പെഴുത്ത് പോലും വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ ഭഗത് സിംഗിന്റെ കാര്യം. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഫാഷിസത്തിനെതിരെ നിലകൊണ്ട വ്യക്തിയായിരുന്നു. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നു? ആഭ്യന്തരമന്ത്രി ആയ ഉടനെ RSSനെ നിരോധിച്ച വ്യക്തിയായിരുന്നു സർദാർ പട്ടേൽ. പ്രസിഡന്റ് നേതാജിയെ പലവട്ടം എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ഇതേ നേതാജി തന്നെയാണ് പറഞ്ഞത് എന്ത്? ഇന്ത്യ ഒരു മതേതര ജനാധിപത്യമായി നിലനിൽക്കണമെന്ന്. ഇന്ത്യ എല്ലാ മതങ്ങളോടും ഒരേ നിലപാട് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചതും ഇതേ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഹരിദ്വാറിലെ ധർമ്മ സൻസദിൽ പറഞ്ഞ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യണമെന്ന കാര്യം നേതാജി പഠിപ്പിച്ചതാണോ? എന്നാ കേട്ടോളൂ, നേതാജി തന്റെ സൈന്യത്തിന്റെ ചിഹ്നമായി തെരഞ്ഞെടുത്തത് ടിപ്പു സുൽത്താന്റെ ടൈഗർ എന്ന ചിത്രമായിരുന്നു. ഏത് ടിപ്പു സുൽത്താൻ? നിങ്ങളിപ്പോ പാഠപുസ്തകങ്ങളിൽ നിന്നും മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടിപ്പു സുൽത്താൻ. ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിന് പോലും പേരിടാൻ നിങ്ങൾ ഭയപ്പെടുന്ന അതേ ടിപ്പു സുൽത്താൻ. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? നേതാജി രൂപീകരിച്ച INA-യുടെ മുദ്രാവാക്യം 3 ഉറുദു വാക്കുകളായിരുന്നു. ഇത്തിഹാദ്, ഇത്മദ്, ഖുർബാനി. ഒരുമ, വിശ്വാസം, അർപ്പണം എന്നീ അർത്ഥങ്ങൾ വരുന്ന 3 ഉറുദു വാക്യങ്ങൾ. ഏത് ഉറുദു?
നിങ്ങളിപ്പോ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഉറുദു ഭാഷ. കശ്മീരിലെ ജനങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉറുദു ആയിരുന്നു. അത് മാറ്റി പകരം നിങ്ങൾ ഹിന്ദി അവിടെ കുടിയിരുത്തി. അതേ ഉറുദു ആയിരുന്നു നേതാജി തന്റെ സൈന്യത്തിന്റെ മുദ്രാവാക്യത്തിനുള്ള ഭാഷയായി തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് ഖാദിയെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചുമെല്ലാം ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ പറഞ്ഞ ധർമ്മ സൻസദിൽ കേട്ടതെന്താ? ആ ഗാന്ധിയെ വീണ്ടും കൊല്ലാനുള്ള ആഹ്വാനമായിരുന്നു ധർമ്മ സൻസദ് പറഞ്ഞത്. ഗാന്ധിജിയുടെ കൊലപാതകത്തെ നിങ്ങൾ ഓൾറെഡി ഒരു പുണ്യപ്രവൃത്തിയായി എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. The Freedom House Report 2021 changes India's status from free to partly free. The World Press Freedom Index, India retains 142nd spot out of 180, remains one of the most dangerous places globally for journalists today. The Human Freedom Index 2020, measuring personal, civic and economic freedoms, puts India at 111th spot out of 160. You fear a future which is future India which is comfortable in its own skin. So you fear an India where a Jain boy can hide from home and enjoy a kati kebab on a street cart in Ahmedabad. So what do? You forbid non-vegetarian street food in Gujarat municipalities. You fear the future where on the eve of an election, you may not be able to arm twist government agencies to raid opposition leaders. So you need to extend the tenure of the CBI and ED chiefs depending on how they do your bidding. You fear a future in which bureaucrats in a state cannot be bullied by the center. So you amend the IAS cadre rules. You are not content with just our vote. You want to get inside our heads, inside our homes, to tell us what to eat, what to wear, who to love. But your fear alone cannot keep the future at bay. जिस सुबह की खातिर जुग जुग से हम सब मर मर के जीते हैं, वो सुबह कभी तो आएगी. You have little respect for the most fundamental aspect of India, that it is a union of states with a federal structure. 2021 ഫ്രീഡം ഹൗസ് റിപ്പോർട്ടിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യം എന്നത് മാറ്റി അർദ്ധ സ്വാതന്ത്ര്യം എന്നതാക്കി മാറ്റിയിരിക്കുന്നു. പത്രസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ 180ൽ 142ാം സ്ഥാനത്താണുള്ളത്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മനുഷ്യാവകാശത്തിന്റെ കാര്യത്തിൽ നമ്മൾ 160ൽ 111ാം സ്ഥാനത്താണുള്ളത്. നിങ്ങൾ ഭാവി ലോകത്തെ, ഭാവി തലമുറയെ ഭയപ്പെടുന്നു. അതിന് ഉദാഹരണമാണ് വീട്ടിൽ നിന്നും കാണാതെ കബാബ് കഴിക്കാൻ വരുന്ന ജൈനമത വിശ്വാസിയായ ഒരു കുട്ടിയെ. അവരെയാണ് നിങ്ങൾക്ക് ഭയം. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? ഗുജറാത്ത് മുനിസിപ്പാലിറ്റികളിൽ നോൺ വെജ് വിൽക്കുന്ന കടകൾ നിങ്ങൾ നിരോധിച്ചു കളഞ്ഞു. കാരണം നിങ്ങൾക്ക് ഭാവി തലമുറയെ ഭയമാണ്. അതുകൊണ്ടാണ് ഇലക്ഷന്റെ തലേന്ന് നിങ്ങൾ എതിർ പാർട്ടി നേതാക്കന്മാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലും നിങ്ങൾ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനെയും നിങ്ങൾ വിലക്കെടുക്കുകയാണ്. എല്ലാരെയും നിങ്ങൾ ചൊൽപ്പടിക്ക് നിർത്തുകയാണ്. എന്നാ വെറും വോട്ടിന് വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? അല്ല, ഞങ്ങളുടെ തലക്കകത്ത് കയറാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ എന്ത് പാകം ചെയ്യുന്നു എന്ന് നോക്കാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏത് തരം വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് നിങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നും നിങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ പേടി കൊണ്ട് മാത്രം ഭാവി ഇല്ലാതായി പോകില്ല. ജിസ് സുബഹ കെ ഖാതിർ ഹം സബ് മർ മർ കെ ജീത്തെ ഹെ വോ സുബഹ കബി തോ ആയേഗി. ഏതൊരു പുലരിക്ക് വേണ്ടിയാണോ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തു നിൽക്കുന്നത്, അത് പുലരുക തന്നെ ചെയ്യും. നിങ്ങൾ ഇന്ത്യയുടെ അടിസ്ഥാന അവകാശത്തെ നിഷേധിച്ചിരിക്കുകയാണ്. എന്താണത്? ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് ഫെഡറൽ സ്ട്രക്ചർ എന്ന അടിസ്ഥാന അവകാശം. You mistrust journalist Siddiq Kappan to an extent that you arrest him even before he's visited Hathras and even before he's written his report. You mistrust comedian Munawar Farooqi before a joke he's even yet to crack. The president's speech says this government has made a beginning to liberate Muslim women by removing triple talaq and Hajj restrictions. And yet, on New Year's Day 2022, Muslim women in India awoke to the reality of being auctioned as bulli buys. This was version 2.0 of 2021's Sulli deals. It was only after a huge backlash that the government took action and a few arrests were made. Muslims today are denied houses on rent, accused of being spreaders of COVID in India, economically boycotted, forbidden from praying in designated spaces. This battle of 80% versus 20% that this government has started risks ruining 100% of our sacred republic. According to the United Christian Forum,
There have been 460 attacks on Christians in 2021 alone. Violent mobs have attacked churches, Christian congregations, and Christmas celebrations in 16 towns and cities. I am filled with horror and shame as I repeat to you what Monirul Sheikh, an old man in my home of Karimpur, Nadia, told me last year. Ma, eta tomader nitir lorai, kintu amader banchar lorai. Ma, for you, this is a battle of ideology. But for us, it is a war for survival. സിദ്ദീഖാപ്പനെ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹാത്രസ് സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഹാത്രസിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊമേഡിയൻ മുനവ്വർ ഫാറൂഖിയെയും നിങ്ങൾക്ക് വിശ്വാസമില്ല. അദ്ദേഹം ജോക്ക് പറയുന്നതിന് മുമ്പാണ് നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞല്ലോ. മുത്തലാഖ് നിരോധിച്ചതിലൂടെ, ഹജ്ജിന്റെ മഹ്റം ഒഴിവാക്കിയതിലൂടെ. എന്നാൽ 2022 പുലരി പിറന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ ബുള്ളി ബൈ എന്ന സൈറ്റിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇത് രണ്ടാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ? ആദ്യം സുള്ളി ഡീൽസിലൂടെ നമ്മൾ കണ്ടു. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഗവൺമെന്റ് ഇതിനെതിരെ ആക്ഷൻ എടുത്തത്. അത് തന്നെയും പ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. മുസ്ലിങ്ങൾക്ക് വാടക വീടുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. അവരാണ് COVID-19 പടർന്നു പിടിക്കാൻ കാരണമെന്ന് പ്രചരിപ്പിച്ചു വിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. സാമ്പത്തികമായി അവരെ ഉപരോധിക്കുകയാണ്. അവർക്ക് നിശ്ചിത സ്ഥലങ്ങളിൽ നമസ്കരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ്. ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 460 അക്രമങ്ങളാണ് 2021 മാത്രം രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. പള്ളികൾക്കും ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്കും 16ഓളം സിറ്റികളിലാണ് അക്രമം നടന്നത്. എന്റെ മണ്ഡലത്തിലെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ വളരെ ഭീതിയോടെയും അപമാനതയായും നിൽക്കേണ്ടി വന്നു. കാരണം അവർ പറഞ്ഞത്, അമ്മേ, നിങ്ങൾക്കിത് ആദർശങ്ങളുടെ പേരിലുള്ള സമരമായിരിക്കാം, പക്ഷേ അമ്മ, ഞങ്ങൾക്കിത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ, ഈ അവസ്ഥ ഓരോ ഇന്ത്യക്കാരന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മഹുവ മൊയ്ത്ര കോട്ട് ചെയ്ത സാഹിർ ലുധിയാൻവിയുടെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കട്ടെ. ജിസ് സുബഹ കി ഖാതിർ ജുഗ് ജുഗ് സെ ഹം സബ് മർ മർ കെ ജീത്തെ ഹെ വോ സുബഹ കബി തോ ആയേഗി. ഏതൊരു പുലരിക്ക് വേണ്ടിയാണോ നമ്മൾ കൊതിച്ചും കിതച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പുലരി ഒരു ദിവസം വന്നെത്തുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും.